യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. അഭിഷേകാഗ്നിയുടെ ശ്രോതാക്കൾക്ക് യേശു കർത്താവിൻ്റെ സമാധാനവും സന്തോഷവും അനുഗ്രഹവും പ്രാർത്ഥിക്കുന്നു. ഇന്ന് നാം ശ്രവിക്കുന്ന വിഷയം എഫെസസ് ലേഖനം 1-ാം അധ്യായം 7-ാം തിരുവചനം. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് യേശു ക്രിസ്തുവിൽ നമുക്ക് പാപമോചനവും അവന്റെ രക്തം വഴിയുള്ള രക്ഷയും കൈവന്നിരിക്കുന്നു. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൽ നമുക്ക് പാപമോചനവും അവന്റെ രക്തം വഴിയുള്ള രക്ഷയും കൈവന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ നിമിഷങ്ങളിൽ ഈ ഒരു വലിയ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കാൻ ആഗ്രഹിക്കുന്ന രഹസ്യത്തിന്റെ ഉള്ളറകൾ നമുക്കായി തുറന്നു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഓ പിതാവേ, പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും അവിടുത്തെ ആത്മാവ് അതിശക്തമായി വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ദൈവമക്കളുടെ ഹൃദയങ്ങളെ സ്പർശിക്കണമേ. പാറ പോലുള്ള ഹൃദയങ്ങളെ മാംസളമാക്കണമേ. വചനത്തിന് ദാഹം നൽകണമേ. കഠിനമായ ഹൃദയങ്ങളെ ഇപ്പോൾ തുറക്കണമേ. ദൈവമായ കർത്താവിന്റെ അഭിഷേകങ്ങൾക്ക് വേണ്ടിയുള്ള ആഗ്രഹങ്ങൾ നൽകണമേ. മങ്ങിപ്പോയ അഭിഷേകങ്ങൾ കത്തിപ്പടരട്ടെ. കെട്ടുപോയ ആത്മീയ ജ്വലനങ്ങൾ വീണ്ടും ഉണരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് കേൾക്കുന്നവരിലേക്ക് ദൈവകൃപ ഒഴുകട്ടെ. ഇത് കേൾക്കുന്നവരിലേക്ക് സ്വർഗത്തിന്റെ ജീവൻ വ്യാപിച്ചുകൊണ്ടിരിക്കട്ടെ. സ്വർഗത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകരുടെ ജീവിതത്തിൽ വലിയ ഒരു പ്രശ്നമാണ് മാറ്റമില്ലാത്ത പാപസ്വഭാവങ്ങൾ. എത്ര ശ്രമിച്ചിട്ടും സൗഖ്യം കിട്ടാത്ത ദുശീലങ്ങൾ. ഇതിനെക്കുറിച്ച് ബൈബിൾ എന്താണ് പഠിപ്പിക്കുന്നത്? യേശു കർത്താവ് ഒരു വ്യക്തിക്കായി വാഗ്ദത്തം നൽകിയിരിക്കുന്ന അത്യുന്നതമായ ഒരു വാഗ്ദാനമാണ് അവന്റെ മേലുള്ള പാപത്തിന്റെയും തഴക്കദോഷത്തിന്റെയും ദുശീലത്തിന്റെയും കെട്ടുകളിൽ നിന്നുള്ള മോചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് യേശു ക്രിസ്തുവിൽ നമുക്ക് പാപമോചനവും അവന്റെ രക്തം വഴിയുള്ള രക്ഷയും കൈവന്നിരിക്കുന്നു. പാപക്ഷമ മാത്രമല്ല, പാപമോചനം മാത്രമല്ല, അവന്റെ രക്തം വഴിയുള്ള രക്ഷയും നമുക്കായി നൽകപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് പാപക്ഷമ? കൊളോസോസ് ലേഖനത്തിൽ 2-ാം അധ്യായം 13-ാമത്തെ വാക്യം വചനം പഠിപ്പിക്കുന്ന പ്രകാരമാണ്. കൊളോസോസ് 2:13. ഒരിക്കൽ നാം മൃതരായിരുന്നു, എന്നാൽ ദൈവം നിങ്ങളെ അവനോടുകൂടെ ജീവിപ്പിക്കുകയും നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്തു. കൊളോസോസ് 2:13. അവിടുന്ന് നമ്മുടെ എല്ലാ പാപങ്ങളും യേശു ക്രിസ്തുവിന്റെ പീഡാസഹനത്തിന്റെ യോഗ്യതയാൽ സൗജന്യമായി ക്ഷമിച്ചു. പാപക്ഷമ, സമ്പൂർണമായ പാപക്ഷമ, അതാണ് കുമ്പസാരം എന്ന ശുശ്രൂഷയിലൂടെ നാം സ്വീകരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് അടുത്ത വിഷയമാണ്, രക്ഷ. പാപക്ഷമ മാത്രമല്ല, യേശു ക്രിസ്തുവിന്റെ കുരിശ് മരണ വഴി ഒരു ദൈവ പൈതൽ നൽകപ്പെട്ടിരിക്കുന്ന അത്യുന്നതമായ ഒരു വാഗ്ദത്തമാണ് രക്ഷ. അതിന്റെ ഇംഗ്ലീഷ് വാക്ക് റിഡംഷൻ എന്നത്രേ. റിഡംഷൻ എന്ന് പറഞ്ഞാൽ കെട്ടിയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ അഴിച്ചുവിടുന്ന പ്രക്രിയക്കാണ് റിഡംഷൻ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും പലതരത്തിലുള്ള കെട്ടുകൾ വന്നു വീഴുകയാണ്. ദുശീലങ്ങളുടെ കെട്ടുകൾ, പാപത്തിന്റെ കെട്ടുകൾ, ഭയത്തിന്റെ കെട്ടുകൾ, നിരാശയുടെ കെട്ടുകൾ, കുറ്റബോധത്തിന്റെ കെട്ടുകൾ, ദുരിതത്തിന്റെ കെട്ടുകൾ, നാരകീയ കെട്ടുകൾ, പൈശാചിക കെട്ടുകൾ കെട്ടിയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ദൈവം വേദനിക്കുകയാണ്.
കെട്ടിയിട്ടിരിക്കുന്ന ഒരു പൈതലിനെ കുറിച്ച് ദൈവത്തിന് ഭാരമുണ്ട്. ദൈവം ആ പൈതലിന്റെ വിടുതലിനായി, ദൈവം ആ പൈതലിന്റെ മോചനത്തിനായി തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. പ്രൈസ് ദി ലോർഡ്. ഒരു സംഭവം ഞാൻ ഓർമ്മിക്കുകയാണ്. ഷീബ എന്ന് പേരുള്ള ഒരു ദൈവ പൈതൽ ഒരു നാൾ അട്ടപ്പാടി സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കുവാൻ വന്നു. ആ ദൈവ പൈതൽ ആ വ്യക്തിയുടെ വേദന എന്നോട് പങ്കുവെച്ചു. ആ വ്യക്തി പറഞ്ഞു, അച്ഛാ, ഞാൻ വിവാഹിതയായി എന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ എന്റെ ഭർത്താവിന്റെ അപ്പനോടും അമ്മയോടും കഠിനമായ വൈരാഗ്യവും വെറുപ്പും എനിക്കുണ്ടായി. ഞാൻ എന്റെ ഭർത്താവിന്റെ അപ്പനോടും അമ്മയോടും പ്രതികാരത്തോടെ പ്രവർത്തിച്ച്, ഞാൻ എന്റെ ഭർത്താവിനെ സ്വാധീനിച്ച്, എന്റെ ഭർത്താവിനെ നിർബന്ധിച്ച് അപ്പനെയോ അമ്മയോ ആട്ടിപ്പായിച്ച് ഞങ്ങൾ അങ്ങനെ ഒരു പുതിയ വീട്ടിൽ അങ്ങനെ താമസിക്കുകയാണ്. ഞങ്ങൾ ഇന്ന് അപ്പനെ അമ്മേനെ ഉപേക്ഷിച്ചിട്ട് 4 വർഷമായി. അന്ന് തൊട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ വലിയൊരു പ്രശ്നമുണ്ടച്ചാ. ഞങ്ങൾ എന്തു ചെയ്താലും ഗുണം പിടിക്കുന്നില്ല, ഞങ്ങൾ എങ്ങോട്ട് പോയാലും ഗതി പിടിക്കുന്നില്ല. അന്ന് തൊട്ട് എന്റെ കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ട് ഞങ്ങൾ തമ്മിൽ വലിയ ബുദ്ധിമുട്ടിലായി. മാത്രമല്ല, ഞാൻ UK പോകാൻ വേണ്ടി ഒത്തിരി കാലമായി പരിശ്രമിക്കുന്നു. ഇന്ന് വരെ ആ കാര്യത്തിൽ 1 ഇഞ്ച് മുന്നോട്ട് നീങ്ങാൻ സാധിച്ചിട്ടില്ല. എന്റെ ഭർത്താവിന് ചെറുപ്പത്തിൽ എപ്പിലെപ്സി എന്ന രോഗം ഉണ്ടായിരുന്നു, അപസ്മാരം. അത് കുറെ കാലം ഇല്ലാതെ സൗഖ്യത്തിന്റെ അനുഭവത്തിലായിരുന്നു. എന്നാൽ അപ്പനെ അമ്മേനെ വിട്ട് ഞങ്ങൾ വേറിട്ട് മാറിയപ്പോൾ ഈ കാലഘട്ടത്തിൽ വീണ്ടും ആ രോഗം തിരിച്ചു വന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ എന്നും ഓരോ തരത്തിലുള്ള വഴക്കും ബഹളവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടി, സാമ്പത്തികമായി തകർന്നു. ഭർത്താവിന് ഗൾഫിലുണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ട് അങ്ങനെ വളരെ വ്യതയോടെ ഇരിക്കുമ്പോഴാണ് ഈ ധ്യാനത്തിന് ഞങ്ങൾ വന്നു ചേർന്നിരിക്കുന്നത്. അങ്ങനെ ധ്യാനത്തിന് 1-ാം ദിവസം അവർ പ്രാർത്ഥിച്ചു. എന്നാൽ അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. 2-ാം ദിവസം അവർ വചനം കേൾക്കാൻ ശ്രമിച്ചു. എന്നാൽ വേണ്ടതുപോലെ വചനം കേൾക്കാൻ പറ്റുന്നില്ല. വലിയ വിഷമത്തിലും ദുഃഖത്തിലും അവർ അമർന്നു പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരെ സഹായിക്കാൻ ആർക്കും സാധിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബൈബിളിൽ രക്ഷ നൽകുന്ന ദൈവത്തെക്കുറിച്ച് അവർ കേട്ടത്, വിടുതൽ നൽകുന്ന ദൈവത്തെക്കുറിച്ച് അവർ കേട്ടത്. അവർ കർത്താവിനോട് പ്രാർത്ഥിച്ചു. ക്രൂശിതനായ യേശു ക്രിസ്തുവിന്റെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും ഉത്ഥാനത്തെയും ധ്യാനിച്ച് യേശു ക്രിസ്തുവിന്റെ രക്തം വഴിയുള്ള രക്ഷ ഞങ്ങൾക്കും ലഭിക്കണമേ എന്ന് അവർ പൊട്ടിക്കരഞ്ഞ് കർത്താവിന്റെ സന്നിധി പ്രാർത്ഥിച്ചു. കാരണം അവർക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല, കാരണം അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, കാരണം അവർക്ക് രോഗശാന്തി ലഭിക്കുന്നില്ല, കാരണം സാമ്പത്തിക മണ്ഡലങ്ങളിൽ അവർക്ക് ഉയർച്ച ലഭിക്കുന്നില്ല. എല്ലായിടത്തും കെട്ടിയിടപ്പെടുന്ന ഒരവസ്ഥയിൽ അവർ ഞെരുങ്ങുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ധ്യാനത്തിന്റെ 3-ാം ദിവസം പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ച് ക്രൂശിതനായ യേശു കർത്താവിന്റെ പീഡാസഹനങ്ങളെ ഹൃദയത്തിൽ ധ്യാനിച്ച് യേശു കർത്താവിന്റെ നാമത്തിൽ സ്വർഗത്തിലെ പിതാവിനോട് നിലവിളിച്ചപ്പോൾ ആ സഹോദരി ഇങ്ങനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ശരീരത്തിലേക്ക് എന്തോ ഒരു ശക്തി ആവസിക്കുന്നത് പോലെ, എന്തോ ഒരു ചൂടിറങ്ങുന്നത് പോലെ ഒരു അനുഭവം ഉണ്ടായി. ആ സഹോദരിക്ക് ദൈവസ്നേഹത്തിന്റെ സ്പർശനം ഉണ്ടായി. ആ സഹോദരി പറഞ്ഞു, ആരൊക്കെ ഇടപെട്ടിട്ടും ആരൊക്കെ പറഞ്ഞിട്ടും എന്റെ അമ്മയോട് ക്ഷമിക്കാൻ പറ്റാതിരുന്നത് ആ സമയത്ത് എനിക്ക് ക്ഷമിക്കാൻ പറ്റി. എന്റെ അമ്മായിയമ്മയോടുള്ള, എന്റെ ഭർത്താവിന്റെ അമ്മയോടും അപ്പനോടുള്ള വെറുപ്പ് മാറിപ്പോയി. ഹൃദയത്തിൽ ആദ്യമായൊരു സ്നേഹം തോന്നി, ഹൃദയത്തിൽ ആദ്യമായൊരു അടുപ്പം തോന്നി, ഒരു വൈകാരിക അടുപ്പം, ഒരു പൊരുത്തം, ഒരു ഇഷ്ടം എനിക്ക് എന്റെ ഭർത്താവിന്റെ അപ്പനോടും അമ്മയോടും തോന്നി. ഞാൻ പൊട്ടിക്കരഞ്ഞ് ധ്യാനകേന്ദ്രത്തിൽ വെച്ച് തന്നെ മനസ്സുകൊണ്ട് അവരോട് മാപ്പ് ചോദിച്ചു. ധ്യാനം കഴിഞ്ഞു, വീട്ടിലേക്ക് പോയി. ഞാൻ വേഗം ഫോൺ ചെയ്തു. ഇന്ന് ഭർത്താവിന്റെ അമ്മയും അപ്പനും ബോംബെയിൽ ഭർത്താവിന്റെ അനിയന്റെ കൂടെയാണ്. ഞാൻ ബോംബെയിലുള്ള അപ്പനോടും അമ്മയോടും ഫോണിലൂടെ മാപ്പ് ചോദിച്ചു. അവര് സന്തോഷത്തോടെ എന്റെ ഫോൺ അറ്റൻഡ് ചെയ്തു. ഞാൻ അവരെ ഭർത്താവിനോട് പറഞ്ഞ് ഞാൻ അവരെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്നു, കേരളത്തിലേക്ക് കൊണ്ടുവന്നു. കെട്ടിപ്പിടിച്ച് അപ്പനോടും അമ്മയോടും പൊട്ടിക്കരഞ്ഞ് മാപ്പ് ചോദിച്ചു. അവരും കണ്ണുനീർ വാർത്ത് ആ രംഗങ്ങളിൽ ദൈവസന്നിധിയിൽ എളിമപ്പെട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ആ കുടുംബം സ്വർഗതുല്യമായ സമാധാനമുള്ള കുടുംബമാണ്. എന്തൊക്കെ മാറ്റങ്ങളുണ്ടായത്! വർഷങ്ങളായുള്ള വൈരാഗ്യത്തിന് കെട്ടുകൾ അഴിഞ്ഞു, പ്രതികാരത്തിന് കെട്ടഴിഞ്ഞു. ഇന്ന് ഈ മരുമോൾക്ക് അമ്മയെ കാണാതെ ജീവിക്കാൻ പറ്റാത്തത്ര പൊരുത്തം, അടുപ്പം ഉണ്ടായി. ദൈവം നൽകിയൊരു വിടുതൽ. മാത്രമല്ല, UK പോകാൻ വേണ്ടി 4 വർഷം കിണഞ്ഞു പരിശ്രമിച്ചിട്ടും നടക്കാതിരുന്നത്, ഇതാ ധ്യാനം കൂടി ഈ വെറുപ്പിന്റെ മേഖലയിൽ വിടുതൽ കിട്ടിയപ്പോൾ ഏതാണ്ട് 95% തടസ്സങ്ങൾ മാറി. അടുത്ത മാസം അവർ UK യാത്ര പുറപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഡിസംബറിലൂടെ ധ്യാനം കൂടി
ജനുവരി മാസത്തിൽ രമ്യതയിലായി. മാതാപിതാക്കന്മാരെ കൊണ്ടുവന്ന് സ്വന്തം വീട്ടിൽ താമസിപ്പിച്ച് അവരോട് ഒത്തിരി സ്നേഹത്തോടെ അവരോട് പെരുമാറാൻ തുടങ്ങി. ഫെബ്രുവരി മാസത്തിൽ വിദേശ യാത്രയ്ക്ക് തടസ്സം മാറി. ഇത് അടുത്ത മാസം അവർ UK പോവുകയാണ്. മാർച്ച് മാസത്തിൽ അവർ UK പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അതുപോലെ ഭർത്താവിന് ഗൾഫിൽ ജോലിയില്ലാതെ വിഷമിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഗൾഫിൽ ജോലി ശരിയായി. ഭർത്താവ് ഫെബ്രുവരി മാസത്തിൽ തന്നെ ഗൾഫിലേക്ക് യാത്ര പുറപ്പെട്ടു. അതിന്റെ ദശാംശവും അവർ സഖ്യവും ധ്യാന കേന്ദ്രത്തിൽ നൽകുകയുണ്ടായി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒത്തിരി കാലങ്ങളായി ഇല്ലാതിരുന്ന എപ്പിലെപ്സി രോഗം, അപസ്മാര രോഗം ഉണ്ടായിരുന്നു. അതും പൂർണ്ണമായി സൗഖ്യപ്പെട്ട് സന്തോഷത്തോടെയാണ് ഭർത്താവ് ഈ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് യാത്ര പുറപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. അവരുടെ കുടുംബത്തിലുണ്ടായിരുന്ന ഒരുപാട് തടസ്സങ്ങൾ വളരെ അത്ഭുതകരമായി ആ കുടുംബത്തെ വിട്ടകന്നു പോയി. ഇതാണ് കെട്ടുകൾ അഴിക്കുന്ന, റിഡംഷൻ നൽകുന്ന, രക്ഷ നൽകുന്ന ദൈവത്തിന്റെ ഇടപെടൽ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ പൈതലെ, നിന്റെ ജീവിതത്തിലെ ഓരോ ദുരിതങ്ങളെ ഓർത്ത്, ഓരോ ഭാരങ്ങളെ ഓർത്ത് നീ കണ്ണുനീരൊഴുക്കുകയാണോ? ഇതാ പിതാവായ ദൈവം തന്റെ സ്നേഹത്തിന്റെ നിറവിൽ എനിക്കും നിങ്ങൾക്കും വിടുതലിനായി, എനിക്ക് നിങ്ങൾക്ക് രക്ഷ നൽകുന്നതിന് വേണ്ടി പുത്രനായ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ഞാനും നിങ്ങളും ഈ യേശു കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ട് മാറ്റമില്ലാത്ത മേഖലകളിൽ വിടുതലിനായി, രക്ഷയുടെ അനുഭവത്തിന് വേണ്ടി ആഗ്രഹിച്ച് നിലവിളിച്ച് യേശു കർത്താവിന്റെ നാമത്തിൽ സ്വർഗത്തിലേക്ക് പ്രാർത്ഥനകളെ ഉയർത്തിയാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്, ആ പ്രാർത്ഥനയ്ക്ക് സൗഖ്യമുണ്ട്, ആ പ്രാർത്ഥനയ്ക്ക് മോചനമുണ്ട്. രക്ഷയുടെ അനുഭവത്തിലേക്ക് കൈപിടിച്ച് നടത്താൻ നിങ്ങളുടെ ദൈവം ഇതാ ഈ നിമിഷങ്ങളിൽ നിങ്ങൾ അരികിൽ തന്നെ ഉണ്ടല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനേകരുടെ ജീവിതത്തിൽ ഈ വിടുതൽ കർത്താവായ ദൈവം നൽകിയിട്ടും പലരും അത് അനുഭവിക്കുന്നില്ല. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, യേശു കർത്താവിലേക്ക് വരുന്ന ഒരു ദൈവ പൈതലിന് ദൈവം നൽകുന്ന ഈ രക്ഷയെക്കുറിച്ചുള്ള തിരിച്ചറിവ് അവർക്ക് ലഭിച്ചിട്ടില്ല. അവയർനെസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അനേകർ ധ്യാനം കൂടുന്നു, പക്ഷെ ധ്യാനം കൂടി കഴിഞ്ഞും തിരിച്ചു ചെന്ന് പഴയതുപോലെ ജീവിക്കുന്നു. അനേകർ കുമ്പസാരിക്കുന്നു, കുമ്പസാരം കഴിഞ്ഞും തിരിച്ചു ചെന്ന് പഴയതുപോലെ ജീവിക്കുന്നു, പഴയതുപോലെ തന്നെ ചിന്തിക്കുന്നു, പഴയതുപോലെ തന്നെ സ്വഭാവത്തിൽ മാറ്റമില്ല, പെരുമാറ്റത്തിൽ മാറ്റമില്ല, കാഴ്ചപ്പാടുകളിൽ മാറ്റമില്ല, ജീവിത രീതികളിൽ മാറ്റമില്ല. കാരണം കുംഭസാരത്തിലൂടെ എന്താണ് എന്റെ ജീവിതത്തിലേക്ക് സംഭവിച്ചിരിക്കുന്നത് എന്നതിനെ കുറിച്ച് തിരിച്ചറിവില്ല. ധ്യാനത്തിലൂടെ രക്ഷ നൽകുന്ന ദൈവം ഇടപെട്ട് ഈ എന്റെ ജീവിതത്തിൽ വരുത്തിയിരിക്കുന്ന രക്ഷയെക്കുറിച്ച്, രക്ഷയുടെ അനുഭവത്തെക്കുറിച്ച് അവർ ബോധ്യപ്പെടുന്നില്ല. ഹല്ലേലൂയ. അവയർനെസ്, സെൽഫ് അവയർനെസ് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു വ്യക്തി യേശുക്രിസ്തുവിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തു നൽകുന്ന ഈ രക്ഷയെക്കുറിച്ച് ഒരു തിരിച്ചറിവ് കിട്ടുന്നില്ലെങ്കിൽ അവർ പഴയതുപോലെ തന്നെ പ്രവർത്തിക്കും. ഐസക് ന്യൂട്ടൻ ഭൂഗുരുത്വാകർഷണ ബലം കണ്ടുപിടിക്കുന്ന മുമ്പ് തന്നെ ഭൂമിക്ക് ഭൂഗുരുത്വാകർഷണ ബലം ഉണ്ടായിരുന്നു. എന്നാൽ ഐസക് ന്യൂട്ടൻ ഈ ഒരു സത്യത്തെ കണ്ടുപിടിച്ചതോടുകൂടെയാണ് അതുകൊണ്ടുള്ള ഉപകാരങ്ങൾ മനുഷ്യനുണ്ടായത്, അതുകൊണ്ടുള്ള മറ്റു കണ്ടുപിടുത്തങ്ങൾ ലോകത്തിൽ ഉണ്ടായത്. ആ തിരിച്ചറിവ് കിട്ടുന്നതിന് മുമ്പും ഭൂഗുരുത്വാകർഷണം ലോകത്തിൽ ഉണ്ടായിരുന്നു, എന്നാൽ അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ നമുക്ക് കരഗതമായിരുന്നില്ല. ഇതുപോലെ യേശു കർത്താവിന്റെ കുരിശുമരണത്തിലൂടെയുള്ള രക്ഷയെക്കുറിച്ച് ഒരു ദൈവ പൈതൽ ഹൃദയത്തിൽ ബോധ്യപ്പെട്ട് തിരിച്ചറിവ് പ്രാപിക്കാത്തിടത്തോളം കാലം കുരിശുമരണം വഴിയുള്ള രക്ഷ ആ വ്യക്തിയുടെ ജീവിതത്തിൽ അനുഭവപ്പെടണം നിർബന്ധമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഒരു സംഭവം ഞാൻ ഓർമ്മിക്കുകയാണ്. ഒരു അറബിക്ക് ഒരുപാട് ഒട്ടക വ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹം വലിയൊരു കച്ചവടക്കാരനാണ്. ഈ കച്ചവടക്കാരൻ തലസ്ഥാനങ്ങളിലേക്ക് കച്ചവടം ചെയ്യുന്ന ഒരു അറബിയാണ്. ഈജിപ്തിൽ നിന്ന് ഡമാസ്കസിലേക്കും, ഡമാസ്കസിൽ നിന്ന് ജെറൂസലേമിലേക്കും, അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ താണ്ടി കച്ചവടം ചെയ്യുന്ന വലിയൊരു ധനാഢ്യനായ കച്ചവടക്കാരനാണ് ഈ അറബി. പണ്ട് കാലത്തെ കച്ചവടമാണ്. അന്ന് കപ്പലുകളിലോ അല്ലെങ്കിൽ ചരക്ക് വാഹനങ്ങളിലോ അല്ല കച്ചവട സാധനങ്ങൾ കൊണ്ടുപോയിരുന്നത്. പിന്നെയോ ഒട്ടക വ്യൂഹങ്ങളുടെ സഹായത്തോടെയാണ് ഈ കച്ചവട സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഈ അറബിക്ക് ഒരുപാട് ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഒട്ടകങ്ങളുമായി രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് ഈ അറബി യാത്ര പുറപ്പെടും. ഈ അറബിയുടെ കച്ചവടം വിലപിടിച്ച കല്ലുകൾ കൊണ്ടുപോകുന്ന കച്ചവടമാണ്. ഇന്ദ്രനീലം, വൈഡൂര്യം, മാണിക്യം, ഗോമേതകം, ഇങ്ങനെയുള്ള വിലപിടിപ്പുള്ള കല്ലുകൾ കച്ചവടം ചെയ്യുന്ന അറബിയാണിത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
അങ്ങനെ ഈ അറബി മരുഭൂമിയിലൂടെ ഒട്ടകവ്യൂഹങ്ങളുമായി സഞ്ചരിക്കുമ്പോൾ രാത്രി അർദ്ധരാത്രി ആകുമ്പോൾ എവിടെയെങ്കിലും സത്രത്തിൽ അന്തി ഉറങ്ങും. വെളുപ്പിനെ നേരത്തെ എഴുന്നേറ്റ് യാത്ര പുറപ്പെടും. അങ്ങനെ ഒരു നാൾ ഒരു മരുഭൂമിയിൽ വിശ്രമിച്ചിട്ട് സത്രത്തിൽ നിന്ന് വെളുപ്പിന് എഴുന്നേറ്റ് യാത്ര പുറപ്പെടുമ്പോൾ അറബിയുടെ വേലക്കാരൻ ഒട്ടകങ്ങളെ അഴിച്ച് യാത്രയ്ക്കായിട്ട് ഒരുങ്ങുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ഒട്ടകത്തെ അഴിച്ചു, അത് വേഗം എഴുന്നേറ്റ് യാത്ര പുറപ്പെട്ടു. രണ്ടാമത്തെ ഒട്ടകത്തെ അഴിച്ചു, അത് വേഗം എഴുന്നേറ്റ് യാത്ര പുറപ്പെട്ടു. മൂന്നാമത്തെ ഒട്ടകത്തെ അഴിച്ചു, അതും വേഗം എഴുന്നേറ്റ് യാത്ര പുറപ്പെട്ടു. നാലാമത്തെ ഒട്ടകത്തെ അഴിച്ചു, അതും വേഗം എഴുന്നേറ്റ് യാത്ര പുറപ്പെട്ടു. അഞ്ചാമത്തെ ഒട്ടകത്തിന്റെ അടുത്തേക്ക് വന്നപ്പോൾ ഈ ഒട്ടകം രാത്രിക്ക് തന്നെ കെട്ട് അഴിഞ്ഞ് കിടക്കുന്ന അവസ്ഥയിലാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വേലക്കാരൻ ചിന്തിച്ചു, ഇനി ഇതിനെ കെട്ട് അഴിക്കേണ്ട ആവശ്യമില്ല. ആ ഒട്ടകത്തിന്റെ ചെവിക്ക് പിടിച്ച് കറക്കി എഴുന്നേക്കാൻ പറഞ്ഞു, എഴുന്നേക്കുന്നില്ല. അതിനെ തട്ടി ചവിട്ടി എഴുന്നേക്കാൻ പറഞ്ഞു, എഴുന്നേക്കുന്നില്ല. അതിനെ ഇടിച്ചും തൊഴിച്ചും എഴുന്നേക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചു, എഴുന്നേക്കുന്നില്ല. എന്ത് ചെയ്താൽ ഈ ഒട്ടകം എഴുന്നേൽക്കുന്നില്ല. ആ ഒട്ടകം അങ്ങനെ കൂനി കൂടി കെട്ടിയിടപ്പെട്ട മറ്റൊട്ടകങ്ങൾ കിടക്കുന്നത് പോലെ തന്നെ അങ്ങനെ കിടക്കുകയാണ്. ഈ വേലക്കാരൻ യജമാനന്റെ അടുത്ത് എന്ന് പറഞ്ഞു, യജമാനനെ, അഞ്ചാമത്തെ ഒട്ടകത്തിന് കാര്യമായ എന്തോ പറ്റിയിട്ടുണ്ട്, അത് എഴുന്നേൽക്കുന്നില്ല. യജമാനൻ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യജമാനൻ ആ വേലക്കാരനോട് പറഞ്ഞു, അഞ്ചാമത്തെ ഒട്ടകത്തിന് പ്രത്യേകിച്ച് കുഴപ്പമില്ല, അതിന്റെ കെട്ട് അഴിഞ്ഞാണ് കിടക്കുന്നത് എന്ന തിരിച്ചറിവ് അത് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് നീ അതിന്റെ അടുത്ത് ചെന്ന് കെട്ട് അഴിക്കുന്നത് പോലെ കാണിക്കുക, അപ്പോൾ അത് വേഗം യാത്ര പുറപ്പെടും. ഈ വേലക്കാരൻ വേഗം വന്ന് ഈ ഒട്ടകത്തിന്റെ കെട്ട് അഴിക്കുന്നത് പോലെ കാണിച്ചു. പെട്ടെന്ന് ഒട്ടകത്തിന് തോന്നി, ആ കെട്ട് അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആ എല്ലാം വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആ ഒട്ടകം എഴുന്നേറ്റ് യാത്ര പുറപ്പെട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു കർത്താവിന്റെ കുരിശ് മരണത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ മാറ്റമില്ലാതെ കിടക്കുന്ന ഒരുപാട് തിന്മകളുടെ കെട്ടുകൾ കർത്താവ് അഴിച്ചു വിടുവിച്ചിരിക്കുന്നല്ലോ. ഇതിനെക്കുറിച്ച് തിരിച്ചറിവ് കിട്ടാത്തതുകൊണ്ടാണ് ഇന്നും ഞാൻ അതിന്റെ അടിമ എന്നതുപോലെ കിടക്കുന്നത്. കൊളോസോസ് ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ വാക്യം വചനം പഠിപ്പിക്കുന്നു, അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു. വിമോചിപ്പിക്കും എന്നല്ല പറഞ്ഞിരിക്കുന്നത്, അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു. അവിടുത്തെ പ്രിയപുത്രന്റെ നാട്ടിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു. നാം രക്ഷ പ്രാപിക്കാൻ കർത്താവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട ദൈവത്തിന്റെ മക്കളാണ്. യേശു ക്രിസ്തുവിനെ അറിയുന്ന ഒരു ദൈവ പൈതലിന്, യേശു ക്രിസ്തുവിനെ ഏറ്റുപറയുന്ന ഒരു ദൈവ പൈതലിന്, യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന്, യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ കർത്താവും രക്ഷിതാവുമായി പൂജിക്കുന്ന ഒരു ദൈവ പൈതലിന് അത്ഭുതകരമായ രക്ഷയുടെ അനുഭവം ദൈവത്തിന്റെ വചനം വാഗ്ദാനം ചെയ്യുന്നു. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഓ പിതാവേ, പുത്രന്റെ രക്തത്തിന്റെ യോഗ്യതയാൽ ഞങ്ങൾക്കായി വാഗ്ദത്തം നൽകപ്പെട്ടിരിക്കുന്ന രക്ഷയുടെ അനുഭവത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ഇന്നൊരുപാട് ദുശീലങ്ങളുടെ അടിമത്തത്തിലാണ്, ഇന്നൊരുപാട് വെറുപ്പിന്റെ അടിമത്തത്തിലാണ്, ഇന്നൊരുപാട് കുറ്റബോധത്തിന്റെ അടിമത്തത്തിലാണ്, ഇന്നൊരുപാട് ഭയത്തിന്റെ അടിമത്തത്തിലാണ്. ഇപ്പോൾ ഭയത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ, ഇപ്പോൾ ദുശീലങ്ങളുടെ ബന്ധനങ്ങൾ അഴിയട്ടെ. ഇന്ന് ഞങ്ങളെ അടിമപ്പെടുത്തിയിരിക്കുന്ന അന്ധകാരത്തിന്റെ ആധിപത്യങ്ങൾ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ പൊട്ടിത്തകർന്നു പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവമേ, അങ്ങെന്റെ ഹൃദയത്തിൽ എന്നെന്നും വാഴുന്നു എന്നു ഞാൻ അറിയുന്നു. ദൈവമേ, അങ്ങെന്റെ ഹൃദയത്തിൽ എന്നെന്നും വാഴുന്നു എന്നു ഞാൻ അറിയുന്നു. അങ്ങയെ കൂടാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ ഈ ഭൂവിൽ സാധ്യമല്ല. അങ്ങയെ കൂടാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ ഈ ഭൂവിൽ സാധ്യമല്ല. ദൈവമേ, അങ്ങെന്റെ ഹൃദയത്തിൽ എന്നെന്നും വാഴുന്നു എന്നു ഞാൻ അറിയുന്നു.
രക്ഷയുടെ ദൈവം ഈ നിമിഷങ്ങളിൽ നമ്മുടെ തൊട്ടടുത്തെത്തിയിരിക്കുകയാണ്. എല്ലാ ഹൃദയങ്ങളും വിശ്വാസത്തോടെ യേശുവിനെ വിളിക്കട്ടെ. യേശു ഇന്നും ജീവിക്കുന്നു. ഒരു ദൈവ പൈതൽ ഹൃദയപൂർവ്വം എളിമപ്പെട്ട് ഉള്ളിന്റെ ഉള്ളിൽ ആത്മാർത്ഥമായ വിശ്വാസത്തോടെ ഈ രക്ഷയുടെ നാമം വിളിക്കുന്നുവെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം ഇവിടെ വെച്ച് തന്നെ യേശു കർത്താവിന്റെ പുതിയ സ്പർശനങ്ങളാൽ അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിന്റെ വചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു. സങ്കീർത്തന പുസ്തകം 18-ാം അധ്യായം 25-26 വാക്യങ്ങൾ. നിർമ്മലനോട് അവിടുന്ന് നിർമ്മലമായും നിഷ്കളങ്കനോട് അവിടുന്ന് നിഷ്കളങ്കമായും പെരുമാറുന്നു. വിശ്വസ്തനോട് അവിടുന്ന് വിശ്വസ്തത പുലർത്തുന്നു. ഇപ്പോൾ നിഷ്കളങ്കതയോടെ കർത്താവിനെ വിളിക്കട്ടെ. ഇപ്പോൾ കർത്താവിന്റെ തന്നെ എളിമയോടെ അവിടുത്തെ വിളിക്കട്ടെ. ഇപ്പോൾ നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്ന സകല കാര്യങ്ങളുടെ മേലും കർത്താവിന്റെ ശക്തി വ്യാപരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, അത്ഭുതങ്ങൾ ഈ നിമിഷങ്ങളിൽ അത്ഭുതകരമായി അവിടെ ഇടപെടണമേ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ദൈവജനത്തിന്റെ കുടുംബങ്ങളിൽ, ദൈവജനത്തിന്റെ പ്രവർത്തനങ്ങളിൽ, ഹൃദയങ്ങളിൽ, മനസ്സുകളിൽ, ചിന്താമണ്ഡലങ്ങളിൽ, ആത്മീയ ജീവിതത്തിൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൈപിടിച്ചുയർത്തണമേ. ഇന്ന് വരെ അഴിയാത്ത പലതരത്തിലുള്ള തിന്മയുടെ ആധിപത്യങ്ങൾ തകർന്നു പോകട്ടെ. അന്ധകാരത്തിന്റെ ആധിപത്യങ്ങൾ തകർന്നു പോകട്ടെ. ഭാരത്തിന്റെയും നിരാശയുടെയും കെട്ടുകൾ അഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ പറ്റാത്തവർക്ക്, വിശ്വസിക്കാൻ പറ്റാത്തവർക്ക്, സ്നേഹിക്കാൻ പറ്റാത്തവർക്ക്, ക്ഷമിക്കാൻ പറ്റാത്തവർക്ക് അത്ഭുതകരമായ വിടുതലിന്റെ അനുഭവം അവിടുന്ന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ പേര് വാസു. എന്റെ മകനാണ് ഇവിടെ നിൽക്കുന്നത്. അവൻ സംസാരിക്കാൻ സാധിക്കാത്തൊരു മകനായിരുന്നു. തീരെ മിണ്ടിയിരുന്നില്ല. ഇപ്പൊ ഇവിടെ വന്നപ്പോ യേശുവേ എന്ന് വിളിക്കാൻ അവന് ശക്തി കിട്ടി. ഈ നിൽക്കുന്ന വ്യക്തി സംസാരിക്കാൻ കഴിവില്ലാത്ത, ജനിച്ചതിന് ശേഷം ഇന്ന് വരെ സംസാരിക്കാൻ കഴിവില്ലാത്തൊരു വ്യക്തിയാണ്. കർത്താവിനെ ആരാധിച്ചപ്പോൾ, കർത്താവിനെ നാമം അപേക്ഷിച്ചപ്പോൾ ഈ മകന്റെ നാവിന്റെ കെട്ടുകൾ അഴിഞ്ഞു. ഇപ്പോൾ ഈ മകന് സംസാരിക്കാനുള്ള കൃപ, കർത്താവിനെ വിളിക്കാനുള്ള കൃപ, പേര് പറയാനുള്ള കൃപ കർത്താവ് കൊടുത്തു. ഹല്ലേലൂയ. രാജേന്ദ്രൻ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ അമ്മേ. യേശുവേ അമ്മേ. യേശുവേ രാജേന്ദ്രൻ. കർത്താവേ, 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 യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര നാളായി ഇങ്ങനെ സംസാരിക്കാതായിട്ട്? ജനിച്ചപ്പോ മുതൽ എങ്ങനെയായിരുന്നു? ജനിച്ചപ്പോ മുതൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ഒരു മൂളൽ മാത്രമേ ഈ സഹോദരൻ പുറപ്പെടുവിക്കുമായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ പേരും കർത്താവിന്റെ നാമവും കർത്താവിന്റെ സ്തുതിയും ഈ സഹോദരൻ വ്യക്തമായി പറയുന്നു. ഒരിക്കൽ കൂടെ പേര് ഉറക്കെ പറ. രാജേന്ദ്രൻ. കർത്താവേ, കർത്താവേ, യേശുവേ, യേശുവേ, ദൈവമേ, ദൈവമേ. ഹല്ലേലൂയ. കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. യേശുവേ എന്ന് വിളിയേ. ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ. കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. അതുപോലെ ഈ സഹോദരന് ചെവി കേൾക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ചെവിയുടെ അവസ്ഥ എന്തായിരുന്നു? ചെവി തീരെ കേട്ടിട്ടില്ല. എന്തെങ്കിലും പറയുമ്പോ മനസ്സിലാവില്ല. എന്നിട്ട് ചെവി തീരെ കേട്ടിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ സഹോദരന് ചെവികൾ കർത്താവ് തുറന്നു. പേര് വിളിക്കുമ്പോൾ ഈ സഹോദരൻ ചെവി കേൾവി ശക്തി കിട്ടിയതിനാൽ പേര് വിളിക്കുന്ന സ്ഥലത്തേക്ക് തിരിഞ്ഞു നോക്കും. രാജേന്ദ്ര, ഇപ്പൊ കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഞാൻ വിളിക്കുന്നത് കേൾക്കുന്നുണ്ടോ? രാജേന്ദ്ര. രാജേന്ദ്രൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പേര് പറ. രാജേന്ദ്രൻ. രാജേന്ദ്രൻ.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.